Hi all, this is me Arun here. Welcome to our new video. നമ്മളിൽ പലരും 4-5 മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരേ സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പോർട്ട്ഫോളിയോ നല്ല രീതിയിൽ ഡൈവേഴ്സിഫൈ ആയി നമ്മുടെ റിസ്കിനെ മാക്സിമം നമുക്ക് കുറയ്ക്കാനും കഴിഞ്ഞു എന്നാണ് നമ്മളിൽ പലരും പലതവണയായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സത്യം ഇതല്ല. വ്യത്യസ്ത പേരുകളിൽ പലപ്പോഴും പല മ്യൂച്വൽ ഫണ്ടുകളും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സെയിം സ്റ്റോക്കുകളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് വ്യത്യസ്ത ബ്രാൻഡിങ് നെയിമുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സെയിം സ്റ്റോക്കുകളിൽ തന്നെയാണ്. ഇതിലൂടെ നമ്മൾ എക്സ്ട്രാ ഫീസസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നു. ആൻഡ് ഓൾസോ നമ്മളുടെ റിസ്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് സെയിം സ്റ്റോക്കുകളിൽ നമ്മൾ പല ബ്രാൻഡുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ. എന്നാൽ സെബിയുടെ പുതിയ നിയമങ്ങൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പോവുകയാണ്. ആദ്യം തന്നെ ടോട്ടൽ കോസ്റ്റ് ക്ലാരിറ്റി, അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ടോട്ടൽ ഫീസ് എത്രയാണ് എന്ന് നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇനി കാണാനായിട്ട് സാധിക്കുന്നു. ഇതുവരെ ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ ഇല്ലെങ്കിൽ TR എന്ന പേരിൽ ഒരൊറ്റ തുകയായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടുവന്നിരുന്നത്. എന്നാൽ ഇനി മുതൽ ഫണ്ട് മാനേജേഴ്സിന്റെ പേരിലുള്ള ബേസിക് എക്സ്പെൻസ് റേഷ്യോ, അതായത് BER, ഇനി മുതൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു കാണിക്കുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ടാക്സസും ട്രാൻസാക്ഷൻ കോസ്റ്റും സെപ്പറേറ്റ് ആയിട്ട് വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് സെബിയുടെ പുതിയ റൂൾ അനുസരിച്ച്. നിങ്ങളുടെ പണം കൈകാര്യം ചെയ്യുന്ന ഫണ്ട് മാനേജേഴ്സിന് ടോട്ടൽ ഫീസ് നിങ്ങൾ എത്രത്തോളമാണ് നിങ്ങൾ പേ ചെയ്യേണ്ടത് ഇതും വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ ഈ ഫണ്ട് മാനേജേഴ്സ് എടുക്കുന്ന എല്ലാ ട്രേഡ്സുകളുടെയും ടോട്ടൽ കോസ്റ്റ് എത്രയാകുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ട്രേഡ്സിന്റെ ഇൻഡിവിജ്വൽ കോസ്റ്റ് വരെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സെക്കൻഡ് വൺ, എൻഡ് ഓഫ് കോപ്പി പേസ്റ്റിംഗ്. അതായത് പല ഫണ്ട് ഹൗസുകളും പല പേരിലായിട്ട് സെയിം ഇൻവെസ്റ്റ്മെന്റ് സ്കീംസുകളാണ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇനി മുതൽ അത് സാധിക്കുന്നതായിരിക്കില്ല. പുതിയ റൂൾ അനുസരിച്ച് ഓരോ സ്കീമും തമ്മിൽ വ്യക്തമായിട്ടുള്ള പോർട്ട്ഫോളിയോ ഡിഫറൻസിയേഷൻ ഉണ്ടായിരിക്കണം. ഒരേ കമ്പനിയുടെ 2 ഫണ്ടുകൾ ഒരേ സ്റ്റോക്സിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ സെബി കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പോർട്ട്ഫോളിയോ ഓവർലാപ്പ് ചെയ്യാതിരിക്കാനായിട്ടാണ് ഈ റൂള് മെയിൻലി വന്നിട്ടുള്ളത്. ഇത് ഇൻവെസ്റ്റേഴ്സിന് വലിയ ഗുണമാണ്. കാരണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ ഇൻവെസ്റ്റ്മെന്റും അതും നല്ല രീതിയിൽ ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് ഡിഫറെന്റ് സെക്ടേഴ്സിലേക്ക് ഡിഫറെന്റ് സ്റ്റോക്സിലാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് ഇനി ഉറപ്പുവരുത്താം. അടുത്തത് സ്മാർട്ട് റിസ്ക് മാനേജ്മെന്റ്, അതായത് മാർക്കറ്റിലെ വോളറ്റിലിറ്റി അതല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഈ ഒരു വീഴ്ചയിൽ നിന്ന് നിങ്ങളുടെ പണത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ രക്ഷിക്കാനായിട്ട് ഇനി ഫണ്ട് മാനേജേഴ്സിന് വലിയ ഒരു ഫ്ലെക്സിബിലിറ്റി ലഭിക്കുന്നതാണ്. സ്റ്റോക്കുകൾക്ക് പുറമെ ഗോൾഡ്, സിൽവർ, റീഡ്സ് ഇതിലെല്ലാത്തിലും നിങ്ങളുടെ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ഒരു ഭാഗം മാറ്റി വെക്കാനായിട്ട് ഇനി ഇവർക്ക് സാധിക്കും. അതായത് ഫണ്ട് മാനേജേഴ്സിന് സാധിക്കുന്നതാണ്. മാർക്കറ്റ് മോശമാകുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന ഈ ഡിഫെൻസീവ് സ്ട്രാറ്റജി നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. ഇതിലൂടെ നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷനും നിങ്ങൾക്ക് മാക്സിമം റിസ്ക് കുറയ്ക്കാനും സാധിക്കുന്നതാണ്. ഇൻവെസ്റ്റേഴ്സിന് ഈ ഒരു സ്മാർട്ട് റിസ്ക് മാനേജ്മെന്റ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അടുത്തത് എവല്യൂഷൻ ഓഫ് ലോങ് ടൈം ഗോൾസ്, അതായത് റിട്ടയർമെന്റ് പോലെയുള്ള ലോങ് ടൈം ഗോൾസിന് വേണ്ടി ലൈഫ് സൈക്കിൾ ഫണ്ട്സ് ഇനി മുതൽ ലഭ്യമാകുന്നു. ഇവർ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഗ്ലൈഡ് പാത്ത് സ്ട്രാറ്റജീസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ബെറ്റർ റിട്ടേൺസ് ഇല്ലെങ്കിൽ ഒരു സേഫ് ആക്കാനും റിസ്കിനെ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അതായത് നിങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോൾ കൂടുതൽ ലാഭം കിട്ടുന്ന ഇക്വിറ്റി ഫണ്ട്സുകളിലേക്കായിരിക്കും ഈ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലും പോകുന്നത്. എന്നാൽ നിങ്ങളുടെ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് റിട്ടയർ ആകുന്ന ടൈം ഇല്ലെങ്കിൽ എക്സിറ്റ് ആകേണ്ട ടൈം അടുക്കും തോറും ഇത് പയ്യെ പയ്യെ കൺവേർട്ട് ആയിക്കൊണ്ട് ഡെപ്റ്റ് ഫ്രീ ഫണ്ട്സുകളിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇടയ്ക്കിടെ സ്വന്തം പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഇത് വലിയൊരു ആശ്വാസമാണ്. നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് റിസ്ക് ഓട്ടോമാറ്റിക്കലി കുറച്ചുകൊണ്ട് വരുന്ന ഒരു സംവിധാനമാണിത്. ആൻഡ് ഫൈനലി, ന്യൂ ഇറ ഓഫ് ഇൻവെസ്റ്റിംഗ്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ സാധാരണക്കാരായ ഇൻവെസ്റ്റേഴ്സിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സെബി കൂടുതൽ പ്രയോറിറ്റി നൽകുന്നത്. കംപ്ലൈന്റുകൾക്ക് 21 ദിവസത്തെ ടൈം ലൈൻ നൽകിയതും ഇതുപോലെ തന്നെ കോസ്റ്റ് ബ്രേക്കപ്പ് പ്രോപ്പറായി ചെയ്തതും ഇതിന്റെ ഒരു ഭാഗമാണ്. നമ്മളുടെ പണം എവിടെ പോകുന്നു എന്നും അതിനോടൊപ്പം തന്നെ നമ്മളുടെ പണം ആര് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നറിയാൻ ഈ ഒരു സ്കീമുകൾ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. മാർക്കറ്റിലെ ഈ പുതിയ റെഗുലേഷൻസ് ശരിയായ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഇൻവെസ്റ്റേഴ്സ് ഇല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിനെല്ലാം നല്ലൊരു വെൽത്ത് ഫ്യൂച്ചറിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് ഗ്രൂപ്പ്സുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഇപ്പോൾ തന്നെ ട്രേഡ്മാർക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. See you there in next video.